ശ്രീ പി എൻ സുരേഷ് ബാബു, താങ്കൾ ഈ ചർച്ച കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇവിടെ ഇന്നത്തെ പ്രശ്നം ചർച്ച ഇതാണ്, ആ സ്റ്റാറ്റിസ്റ്റിക്സ്. ശശി തരൂർ ഇന്നലെ എഴുതിയ ലേഖനം, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെയെന്ന് വി ഡി സതീശൻ ചോദിച്ചു. ആ സ്റ്റാറ്റിസ്റ്റിക്സ് നെറ്റിലും ആ ഇന്റർനാഷണൽ മാധ്യമങ്ങളിലും പരതു എന്ന് പറയുകയും ചെയ്തു, കൃത്യമായ മറുപടി കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോഴും കേരളത്തെ ഇങ്ങനെ ഇകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് റോണി കെ ബേബിയും അതോടൊപ്പം തന്നെ വി ഡി സതീശനും അടക്കമുള്ളവർ. എങ്ങനെയാണ് താങ്കൾക്ക് ചോദ്യം ചോദിക്കാറുള്ളത് റോണി കെ ബേബിയോട്, താങ്കളുടെ സഹപ്രവർത്തകൻ പഴയ? ഇത് ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ഈ ഇഷ്യൂയെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അത് റോണി കെ ബേബി സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ, വി ഡി സതീശൻ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ എന്നൊക്കെ ചോദിച്ച് അത് മറുപടി വളരെ അവധാനതയോടെ തന്നെ ശ്രീ മുസ്തഫ പറഞ്ഞിട്ടുമുണ്ട്. ശ്രീ ലാൽകൃഷ്ണനും അതിനെ കുറിച്ച് സപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ശ്രീ ശശി തരൂരിന് എങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ കാരണമായി എന്ന രാഷ്ട്രീയമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ആ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ ഇന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വത്തിന് സാധിക്കണം. അദ്ദേഹം കേരളത്തിലെ പ്രതിപക്ഷ നിരയിലുള്ള ഒരു നേതാവാണ് ശ്രീ ശശി തരൂർ. ആ നേതൃത്വ നിരയിലുള്ള അവരുടെ നേതൃത്വ നിരയിൽ തന്നെയുള്ള ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ടത്, അല്ലെങ്കിൽ പ്രസ്താവന എഴുതി കൊടുക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായി? അത് പരിശോധിക്കാൻ തയ്യാറാകാതെ അതിന്റെ കണക്കെവിടെ, ഇതിന്റെ വസ്തുത എവിടെ എന്ന് ചിന്തിക്കുന്നതിനോട് ഒരു യുക്തിയും ഞാൻ വ്യക്തിപരമായി കാണുന്നില്ല. ശ്രീ ശശി തരൂർ എടുക്കുന്ന നിലപാടുകൾ ഏതൊക്കെ തരത്തിലുള്ളതാണ്? അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംബർലയ്ക്ക് കീഴിൽ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളല്ല. ഒരു ഇന്റർനാഷണൽ സാമൂഹ്യ പശ്ചാത്തലമുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന് തന്റെ സ്വന്താനുഭവത്തിന്റെ വെളിച്ചത്തിൽ കേരളത്തിൽ നടക്കുന്ന ഭരണപരമായ നേട്ടങ്ങളെ അതൊന്ന് സപ്ലിമെന്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് തോന്നി. അങ്ങനെ തോന്നാനുണ്ടാവുന്ന ഒരു കാരണം പ്രധാനമായും സ്ഥാനത്തും അസ്ഥാനത്തും ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ അനാവശ്യമായി താൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സംവിധാനം വിമർശിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെയല്ല ഈ UDF സംവിധാനം ചിന്തിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കേണ്ടുന്നത് അദ്ദേഹത്തിന്റെ ചുമതലയാണെന്ന ബോധ്യമാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു പ്രസ്താവന ഇറക്കാൻ പ്രേരിപ്പിച്ചത്. അത് മനസ്സിലാക്കാതെ, അതിനോട് ആ രൂപത്തിൽ പ്രതികരിക്കാതെ, ഇതിന്റെ കണക്ക് എവിടെയാണ്, എവിടുന്നാണ് ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടിയത് എന്ന് ചോദിച്ച് ഇതിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്, തിരുത്താൻ ഈ UDFന്റെ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞങ്ങൾ പോകുന്ന തെറ്റായ വഴിയിലൂടെ തന്നെയേ യാത്ര ചെയ്യൂ എന്ന് ജനങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്ന ഒരു സമീപനമാണ്. അത് മാറ്റാൻ തയ്യാറായാൽ UDFന് നല്ലത്, അല്ലാത്ത പക്ഷം അതിന്റെ അനുഭവങ്ങൾ എന്തായിരിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. ശരി, വളരെ നന്ദി ശ്രീ പി എൻ സുരേഷ് ബാബു.